So coming to microbes in human welfare. സോ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമുക്കറിയാം നീറ്റ് റീസ്കെഡ്യൂൾ ചെയ്തു. അപ്പം ഇതുവരെ ഒന്നും പഠിക്കാത്തവർക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ ഉള്ളൊരു ചാൻസാണ്. ഞാനും എഴുതുന്നുണ്ട്, എനിക്കൊന്നും ഒരു തേങ്ങ അറിയത്തില്ല. അപ്പം നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അപ്പം മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ നോക്കുകയാണെങ്കിൽ So as we all know that microbes, they are the major components of biological system on this earth. Okay. So ഒരു നമ്മുടെ ഈ ഒരു ബയോളജിക്കൽ കമ്പണൻറ്റിൻ്റെ ഒരു മേജർ പാർട്ട് ഫോം ചെയ്യുന്നത് എന്താണ്? മൈക്രോബ്സ് ആണ്. ഇത് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ അവർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ വേറെ ഒന്നും കൂടെ പഠിച്ചിട്ടുണ്ട്. ദേ ആർ പ്രസൻറ്റ് ഇൻ എവ്രിവെയർ. ഓക്കെ, നമുക്കറിയാം ഈ മൈക്രോബ്സ് ഇത് എവിടെയൊക്കെ എല്ലായിടത്തും ഉണ്ട്. സോയിലുണ്ട്, വാട്ടറിലുണ്ട്, നമ്മുടെ ബോഡീസിൽ കാണും, ബാക്കി ആനിമൽസിൻ്റെ അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെ ബോഡീസിൽ ഒക്കെ കാണാൻ പറ്റും. ദേ ആർ പ്രസൻറ്റ് അറ്റ് സൈറ്റ്സ്. നമുക്ക് കാണാൻ പറ്റാത്ത സൈറ്റ്സിൽ, അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ വേറൊരു ലൈഫിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു റീജിയനിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഈ ലെസൺ എടുക്കുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മളിത് ഒരുമിച്ചാണ് പഠിക്കാൻ പോണത്. അപ്പോൾ ഇതിങ്ങനെയാണ് ഒരുമിച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ലൈൻ ബൈ ലൈൻ NCERT ആയിരിക്കും പഠിക്കുന്നത്. അങ്ങനെ ആയിരിക്കും പഠിച്ചു പോകുന്നത്. കാരണം നമുക്കറിയാം കൂടുതലും നീറ്റിന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് NCERT ആണല്ലോ. അപ്പോൾ നമ്മൾ ലൈൻ ബൈ ലൈൻ അങ്ങനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് നാട്ടിൽ നമ്മൾ പറഞ്ഞു മൈക്രോബ്സ്, ദേ ആർ ദ മേജർ കമ്പണൻസ് ഓഫ് ബയോളജിക്കൽ സിസ്റ്റം ഓൺ ദിസ് എർത്ത്. ദെൻ as you all know that these microbes, they are present everywhere in soil, water, inside air, inside our bodies and that of other animals and plants. They are present even at sites where no other life could possibly exist, such as deep inside the geysers, where the temperature may be as high as 100 degrees Celsius. നമുക്കൊക്കെ അവിടെ നിന്ന് ജീവിക്കാൻ പറ്റുമോ? ഒരു 100 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഇല്ല. സോ ഒരു ലൈഫിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ, നമ്മളിതിനെ ഒരു അൺസ്യൂട്ടബിൾ കണ്ടീഷനിൽ പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദേ ക്യാൻ എക്സിസ്റ്റ്. അതാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. സോ ഇനിയും സോയിലിൻ്റെ ഒരു ഏറ്റവും ഡീപ്പായിട്ടുള്ള ലെയറിൽ വരെയും അവർക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അടുത്തത് പഠിക്കാൻ പോകണല്ല. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരിത് പറയുന്നത് ദേ ആർ ഡൈവേഴ്സ് പ്രോട്ടോസോം. ദേ ആർ ഡൈവേഴ്സ്. ഓക്കെ, ഈ മൈക്രോബ്സ് എന്ന് പറയുന്നത് എന്താ? ദേ ആർ ഡൈവേഴ്സ്. പല ടൈപ്പിലുണ്ട്. പ്രോട്ടോസോവ ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്, ഫഞ്ചൈ ഉണ്ട്, മൈക്രോസ്കോപ്പിക് ആനിമൽ ആൻഡ് പ്ലാന്റ് വൈറസസ്. ഓക്കെ, ബാക്ടീരിയ, ഉണ്ട്, ഫഞ്ചൈ ഉണ്ട്, പ്രോട്ടോസോവ ഉണ്ട്, മൈക്രോസ്കോപ്പിക് ആനിമൽ ആൻഡ് പ്ലാന്റ്സ് ഒക്കെ എല്ലാം ഡൈവേഴ്സ് ആണ്. വൈറോയിഡ്സ് ഉണ്ട്, പ്രയോൺസ് ഉണ്ട്, അവരൊക്കെ പ്രോട്ടനീഷ്യസ് ഇൻഫെക്ഷ്യസ് ഏജൻസ് ആണ്. ഓക്കെ, അപ്പം വൈറോയിഡ്സിൻ്റെയും പ്രയോൺസിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ഇൻഫെക്ഷ്യസ് ആണ്. ഈ മൈക്രോബ്സ് നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോബ്സും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഡെയിലി ആക്ടിവിറ്റീസിൽ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള മൈക്രോബ്സും ഉണ്ട് അല്ലേ? ഉണ്ട്.
Microbes like bacteria and many fungi can be grown on nutritive media to form colonies. ഓക്കെ, ഇനി ഇവരെ കൾച്ചർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ന്യൂട്രിറ്റീവ് മീഡിയത്തിലാണ് ദേ ക്യാൻ ബി കൾച്ചേർഡ്. അതായത് അവരുടെ നമ്പർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് സം ന്യൂട്രിറ്റീവ് മീഡിയ ആൻഡ് ദാറ്റ് ഫോം. അങ്ങനെ അവർ ഇങ്ങനെ കൾച്ചർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും, ഒരു കോളനീസ് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഈ ലൈവ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ടേക്ക് യുവർ NCERT വിത്ത് യു, ഹാവ് യുവർ NCERT വിത്ത് യു ആൻഡ് മാർക്ക്. അതായത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന പാട്ടൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇത് റിവിഷനായിട്ടും കാണാൻ പറ്റും. ഇനി ഒന്നും പഠിക്കാത്തവർക്കും ഇത് ജസ്റ്റ് അറ്റ്ലീസ്റ്റ് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് സ്കോർ ചെയ്യാം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ ഓക്കെ ഇനി നോക്കുകയാണെങ്കിൽ ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോബ്സിൻ്റെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. സോ നമുക്കറിയാം ബാക്ടീരിയ ഡിഫറെൻറ്റ് ഷേപ്പിലുണ്ട്. സോ അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ബാക്ടീരിയൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റോഡ് ഷേപ്ഡ് ബാക്ടീരിയ കൊടുത്തിട്ടുണ്ട്, സ്ഫെറിക്കൽ ഷേപ്ഡ് കൊടുത്തിട്ടുണ്ട്, ആൻഡ് അതുപോലെ തന്നെ റോഡ് ഷേപ്ഡിൻ്റെ ഒന്ന് മാഗ്നിഫൈഡ് ഇതും കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിങ്ങനെ കൂട്ടത്തിൽ കിടക്കുന്ന പോലെ അതിൻ്റെ ഫ്ലജല്ല കാണിക്കുന്ന പോലെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അടുത്തത് വൈറസ്. സോ ഇൻ ബിറ്റ്വീൻ ഒരു കോൾ വന്ന് പോയതാണ്. നിങ്ങൾ പഠിക്കുമ്പം ഇങ്ങനെ ഫോണൊന്നും എടുത്ത് വയ്ക്കരുത്, കാരണം ഡിസ്ട്രാക്റ്റഡ് ആവും. ഞാൻ അങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈവൻ ലൈവിൽ തന്നെ വന്നത്. അപ്പം ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, നമ്മളിത് പറഞ്ഞു. പിന്നെ ബാക്ടീരിയോഫേജിൻ്റെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. ടൊബാക്കോ മൊസൈക്ക് വൈറസ്, അതിൻ്റെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. എഡിനോ വൈറസിൻ്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എഡിനോ വൈറസിൻ്റെ ഇമേജ് ഇതാണ്. ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം. ഇതാണ് എഡിനോ വൈറസ്. ആൻഡ് ഇവിടെ നമുക്ക് ബാക്ടീരിയോഫേജിനകത്തിൽ അതിനൊരു ഹെഡ് ഉണ്ട്, ഒരു കോളറുണ്ട്, ടെയിലുണ്ട്, പ്ലേറ്റ് ഉണ്ട്, വിങ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ നോക്കി വെച്ചേക്കണം, കാരണം ഇതൊക്കെ ചിലപ്പം എന്ത് ചെയ്യാം, ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്, പാർട്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അപ്പം നോക്ക്, ബാക്ടീരിയോഫേജ് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമുക്കറിയാം നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലും ഇതിനെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്, ആൻഡ് ഇതിലും നമ്മളിത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്, ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് മീനിങ്. സോ അപ്പം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, അതിനൊരു ഹെഡ് ഉണ്ട്, ഒരു കോളറുണ്ട്, പിന്നെ ഒരു ടെയിലുണ്ട്, പ്ലേറ്റ് ഉണ്ട്, പിൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ അഡിനോ വൈറസ് അവർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്നതാണ്. ആൻഡ് അടുത്തതാണ് നമ്മുടെ ടൊബാക്കോ മൊസൈക്ക് വൈറസ്. റോഡ് ഷേപ്ഡ് ടൊബാക്കോ മൊസൈക്ക് വൈറസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഈ പിക്ചേഴ്സൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ബിക്കോസ് ഇതാണ് നമ്മൾ കോളനീസ് എന്ന് പറഞ്ഞില്ലേ,
അതായത് കൾച്ചർ മീഡിയത്തിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിച്ചില്ലേ. അപ്പോൾ ഇത് കോളനീസ് ഓഫ് ബാക്ടീരിയ ആണ് നമ്മൾ ഈ കാണുന്നത്. ഞാൻ യെല്ലോ വെച്ച് ഹൈലൈറ്റ് ചെയ്യുന്നത്, മനസ്സിലാവും. ദെൻ ഇതാണ് നമ്മുടെ ബാക്ടീരിയാസ് എന്ന് പറയുന്നത്. ബാക്ടീരിയൽ കോളനിയാണിത്. ദെൻ ഇതെന്ന് പറഞ്ഞൊരു ഫംഗൽ കോളനിയാണ്. ഫംഗൽ കോളനി, ഓക്കെ, ഫംഗൽ കോളനി. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് ഇതിൻ്റെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടിനെ പറ്റിയിട്ടാണ്. എങ്ങനെയാണ് മൈക്രോബ്സ് നമുക്ക് യൂസ് ആവുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മളിത് പഠിക്കാൻ പോണത്. ഓക്കെ അല്ലേ, നമുക്കറിയത്തില്ല ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻലി പഠിക്കുന്നത് എന്താ, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മൈക്രോബ്സിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ഹ്യൂമൻ ഹെൽത്തിൽ പഠിച്ചിട്ടുള്ള എന്താ, മൈക്രോബ്സ് ദേ ക്യാൻ കോസ് എ ലാർജ് നമ്പർ ഓഫ് ഡിസീസസ് ഇൻ ഹ്യൂമൻ ബീങ്സ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ദേ ക്യാൻ കോസ് എ ലാർജ് നമ്പർ ഓഫ് ഡിസീസസ് ഇൻ ഹ്യൂമൻ ബീങ്സ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഏതിൽ പഠിച്ചിട്ടുള്ളത്? ഹ്യൂമൻ ഹെൽത്തിൽ. They also cause diseases in animals and plants. But നമുക്കറിയാം, ഈവൻ ദോ ദേ ആർ ഹാംഫുൾ, നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോബ്സിനെ പറ്റിയിട്ടല്ല. ബട്ട് റേദർ നമ്മൾ എന്തിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്, some microbes that are useful to us. ഇതിനകത്തിൽ നമ്മൾ we are not discussing about harmful microbes. We are discussing about the microbes that are useful to us. അതാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഓക്കെ, now coming to microbes in household product. നമുക്ക് വീട്ടിൽ ആവശ്യമായിട്ടുള്ള അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സിൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. നമ്മൾ പല കാര്യത്തിന് എവറിഡേ ലൈഫിൽ എന്ത് ചെയ്യുന്നുണ്ട്, മൈക്രോബ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കോമൺ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് മിൽക്കിൽ നിന്ന് കേർഡ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു മൈക്രോബിനെയാണ് യൂസ് ചെയ്യുന്നത്. അതേത് മൈക്രോബാണ്? ലാക്ടോബാസിലസ് അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ എന്ന് പറയുന്നത് മൈക്രോബാണ് നമുക്ക് പാലിൽ നിന്ന് തൈരുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഏത് ബാക്ടീരിയ ആണ്? അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കോമൺ ബാക്ടീരിയ, അല്ലെങ്കിൽ കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു എക്സാമ്പിൾ അല്ലേ. ഓക്കെ, എങ്ങനെയാണ് ഈ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ഇവർ മിൽക്കിൽ ഗ്രോ ചെയ്തിട്ട് ദേ കൺവേർട്ട് ഇറ്റ് ടു കേർഡ്. അങ്ങനെയാണ് മിൽക്ക് കേർഡ് ആവുന്നത്. ഇനി ഈ ഗ്രോത്തിൽ ലാബ് പ്രൊഡ്യൂസസ് സം ആസിഡ്സ്, അതായത് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ കുറച്ച് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് കൊയാഗുലേറ്റ് ആൻഡ് പാർഷ്യലി ഡൈജസ്റ്റ് ദ മിൽക്ക് പ്രോട്ടീൻസ്. അപ്പം മിൽക്ക് പ്രോട്ടീൻസിനെ എന്ത് ചെയ്യും? ഡൈജസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു മിൽക്ക് പ്രോട്ടീൻ ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുമോ? ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, if anyone is watching this live, please comment a milk protein that you know, that you already know. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു മിൽക്ക് പ്രോട്ടീൻ. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു മിൽക്ക് പ്രോട്ടീൻ. ആരും കാണുന്നില്ല അല്ലേ? ഓക്കെ ഓക്കെ. ഓക്കെ, ദെൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡ്യൂറിങ് ഗ്രോ. നമ്മൾ പറഞ്ഞു ഇതിങ്ങനെ മിൽക്കിൽ ഗ്രോ ചെയ്യും. ആ ഗ്രോത്ത് ടൈമിൽ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ കുറച്ച് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. അത് കൊയാഗുലേറ്റ് ചെയ്യും മിൽക്ക് പ്രോട്ടീൻസിനെയൊക്കെ. ചില മിൽക്ക് പ്രോട്ടീൻസിനെയൊക്കെ എന്ത് ചെയ്യും? അത് ഡൈജസ്റ്റ് ചെയ്യും. ആൻഡ് എ സ്മോൾ എമൗണ്ട് ഓഫ് കേർഡ് ആഡഡ് ടു ദ ഫ്രഷ് മിൽക്ക് ആസ് ഇനോക്കുലം. ഓക്കെ, നമ്മൾ കണ്ടിട്ടില്ലേ അമ്മമാരൊക്കെ തൈരുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്? അമ്മമാരല്ല, വീട്ടിലെങ്ങനെയാണ് തൈരുണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ കുറച്ച് പാലെടുക്കും. ആ പാലിനകത്തിൽ ഒരു കുറച്ച് എന്ത് ചെയ്യും? തൈര് ഒഴിക്കും. അങ്ങനെയാണ് വീണ്ടും കേർഡ് ഉണ്ടാകുന്നത്. അത് നിങ്ങൾക്ക് അറിയത്തില്ലേ അങ്ങനെയാണെന്നുള്ള സംഭവം? ഓക്കെ, അപ്പം ഈ നമ്മൾ ഒഴിക്കുന്ന ആ ഒരു തൈരുണ്ടല്ലോ, കുറച്ച് പാർട്ട് ഓഫ് തൈര്, അതാണ് ഇനോക്കുലം ഓർ സ്റ്റാർട്ടർ.
അതിനകത്തിൽ ലാർജ് നമ്പർ ഓഫ് എന്തുണ്ടായിരിക്കും, ലാക്ടോബാസിലസ് ഉണ്ടായിരിക്കും. അത് വിച്ച് അറ്റ് സ്യൂട്ടബിൾ ടെമ്പറേച്ചറിൽ അവരെന്ത് ചെയ്യും, അവർ കോളനീസ് ഫോം ചെയ്യും, അവർ കൾച്ചർ ചെയ്യാൻ തുടങ്ങും അതിനകത്തിലിരുന്ന്. ആൻഡ് ദസ് ഇറ്റ് കൺവേർട്ട്സ് മിൽക്ക് ടു കർഡ്. അതാണ് അവിടെ നടക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ സോ നെക്സ്റ്റ് അടുത്ത് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ഇനി അതിന് മുന്നേ നമുക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ ലാക്ടോബാസിലസ് അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ദേ ഹാവ് ഒരു ഇതുണ്ട്, എന്താ ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ദേ ഇംപ്രൂവ് ദ ന്യൂട്രീഷണൽ ക്വാളിറ്റി ബൈ ഇൻക്രീസിങ് വൈറ്റമിൻ B12 ക്വാളിറ്റി. അതായത് വൈറ്റമിൻ B12ൻ്റെ ന്യൂട്രീഷണൽ ക്വാളിറ്റി അവർ ഇൻക്രീസ് ചെയ്യും. ഇൻ അവർ സ്റ്റൊമക് ടു ദ ലാബ് പ്ലേ എ വെരി ബെനിഫിഷ്യൽ റോൾ ഇൻ ചെക്കിങ് ഡിസീസ് കോസിങ് മൈക്രോബ്സ്. ഡിസീസ് കോസിങ് മൈക്രോബ്സിനെ ചെക്ക് ചെയ്യുന്ന ഒരു റോളും അവർക്കുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും സംഭവം പഠിച്ചു കഴിഞ്ഞു. ഇവിടെ വരെ നമ്മൾ എന്താ പഠിച്ചത്? ജസ്റ്റ് ഫസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ഇൻട്രൊഡക്ഷനാണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സംതിങ് ദാറ്റ് വി ഓൾറെഡി ന്യൂ, അല്ലെ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സിൽ യൂസ്ഫുൾ മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് പ്രോഡക്റ്റ്, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ഏത് ബാക്ടീരിയനെ പറ്റിയിട്ടാണ്? ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ഓർ ലാക്ടോബാസിലസിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ലാക്ടോബാസിലസിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു ഇറ്റ് ഹെൽപ്സ് ഇൻ കൺവേർഷൻ ഓഫ് മിൽക്ക് ടു കേർഡ്. അതായത് മിൽക്കിനെ കേർഡാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ മിൽക്ക് ടു കേർഡ് ഫോർമേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയയാണ് ലാക്ടോബാസിലസ് ഓർ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. ആൻഡ് അതിനകത്തിൽ ഇനോക്കുലം ഓർ സ്റ്റാർട്ടർ വേണം. ഇനോക്കുലം ഓർ സ്റ്റാർട്ടറായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു സ്മോൾ പോർഷൻ ഓഫ് കേർഡാണ്, മിൽക്കിലേക്ക് ആഡ് ചെയ്യും. ആൻഡ് ദേ കൾച്ചർ ദേ ഫോം എ കോളനി ഇൻ ദ മിൽക്ക്. അതിന് അവർ മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും മിൽക്കിൽ അറ്റ് സ്യൂട്ടബിൾ ടെമ്പറേച്ചർ ആൻഡ് ദർ ബൈ കൺവേർട്ട് ദ മിൽക്ക് ടു കേർഡ്. എങ്ങനെയാണ് മിൽക്കിനെ കേർഡായിട്ട് മാറ്റുന്നതെന്ന് വെച്ചാൽ ദി കൊയാഗുലേറ്റ് ആൻഡ് ഡൈജസ്റ്റ് സം ഓഫ് ദി മിൽക്ക് പ്രോട്ടീൻ. ചില മിൽക്ക് പ്രോട്ടീൻസിനൊക്കെ എന്ത് ചെയ്യും? ഡൈജസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് കേർഡ് ഫോം ചെയ്യുന്നത്. ഓൾ ഓക്കെ? ഓക്കെ അല്ലേ ഇവിടെ വരെ? ആൻഡ് അതിൻ്റെ വേറൊരെന്ന് വെച്ചാൽ ഒരു ഹെൽപ്ഫുൾ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു പരിപാടിയും കൂടെ ഉണ്ട്. എന്താണെന്നറിയാമോ? ദേ ക്യാൻ ഇൻക്രീസ് ദ ന്യൂട്രിറ്റീവ് ക്വാളിറ്റി ഓഫ് വൈറ്റമിൻ B12. ന്യൂട്രിറ്റീവ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും ബൈ ഇൻക്രീസിങ് വൈറ്റമിൻ B12.
വൈറ്റമിൻ B12 ഇൻക്രീസ് ചെയ്യാന്നുള്ളൊരു ഫങ്ഷനും കൂടി ആർക്കുണ്ട്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ ഡോ വിച്ച് ഇസ് യൂസ് ഫോർ മേക്കിംഗ് ഫുഡ് സച്ച് ആസ് ദോശ ആൻഡ് ഇഡ്ലി ഈസ് ഓൾസോ ഫെർമെൻറ്റഡ് ബൈ ബാക്ടീരിയ. ഓക്കെ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ദോശ ഇഡ്ലി ഒക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാവ് അത് ഫെർമെൻറ്റ് ചെയ്യുന്നത് ആരാണ്? ബാക്ടീരിയ ആണ്. ദ പഫ്ഡ് അപ്പ് അപ്പിയറൻസ് ഓഫ് ഡോ ഇസ് ഡ്യൂ ടു ദ പ്രൊഡക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. നമുക്ക് അറിഞ്ഞൂടെ, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ കാരണമാണ് അതിങ്ങനെ പൊന്തി വരുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ഏത് മെറ്റബോളിക് പാത്വേ നടക്കുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോർമേഷൻ നടക്കുന്നത്? എനേറോബിക് റെസ്പിറേഷൻ നടക്കും അല്ലേ? അതെ. Similarly, the dough which is used for making bread is fermented using baker's yeast. Baker's yeastന്റെ വേറൊരു പേരാണ് സാക്രോമൈസിസ് സെർവീസി. സാക്രോമൈസിസ് സെർവീസി എന്നാണ് ബേക്കേഴ്സ് ഈസ്റ്റിൻ്റെ പേര്. സോ നമ്മൾ ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫെർമെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബാക്ടീരിയയുടെ പേര് അത് പഠിച്ചിരിക്കണം, സാക്രോമൈസിസ് സെർവീസി. പിന്നെ number of traditional drinks and foods are also made by fermentation by the microbes. Toddy, a traditional drink of southern parts of India, is made by fermenting saffron palms. നമുക്കറിയത്തില്ലേ, കള്ള് എങ്ങനെ ഉണ്ടാക്കുന്നത്? ഫെർമെൻറ്റേഷൻ വഴിയാണ്. അതായത് ചെത്തുകൾ എന്നൊക്കെ കേട്ടില്ലേ, അപ്പോൾ അതൊക്കെ ഫെർമെൻറ്റേഷൻ വഴിയാണ് ഉണ്ടാക്കുന്നത്. മൈക്രോബ്സ് ആർ ഓൾസോ യൂസ് ടു ഫെർമെൻറ്റ് ഫിഷ്, സോയാബീൻ ആൻഡ് ബാംബൂ ഷൂട്ട്സ് ടു മേക്ക് ഫുഡ്സ്. ഇനി നമ്മൾ ഈ മൈക്രോബ്സിനെ വേറെ കുറച്ച് കാര്യങ്ങൾക്കും യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാ? നമ്മുടെ ഫിഷ്, സോയാബീന്, ബാംബൂ ഷൂട്ട്സ് ഒക്കെ എന്ത് ചെയ്യും? ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി വേറെ മൈക്രോബ്സ് യൂസ് ചെയ്ത് നമ്മൾ ഫെർമെൻറ്റ് ചെയ്യുന്ന വേറൊരു ഓൾഡസ്റ്റ് ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റമാണ് എന്ന് പറയുന്നത് ചീസ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ചീസ് ആർ നോൺ ബൈ ദർ ക്യാരക്ടറിസ്റ്റിക് ടെക്സ്ചർ, ഫ്ലേവർ ആൻഡ് ടേസ്റ്റ്. ദ സ്പെസിഫിസിറ്റി കമ്മിങ് ഫ്രം ദാറ്റ്. ഈ ഒരു സ്പെസിഫിസിറ്റി ഒക്കെ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോബ്സിനനുസരിച്ചാണ് ഇതൊക്കെ വരുന്നത്. സോ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ചീസ് ആർ നോൺ ബൈ ദെയർ എങ്ങനെയാണ് വരുന്നത്? characteristic texture, flavor and taste, and the specificity of these cheese is due to the microbes used. Large holes in Swiss cheese are due to production of large amount of carbon dioxide by a bacterium named Propionibacterium sharmani. ഓക്കെ, സ്വിസ് ചീസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ബാക്ടീരിയയാണ് പ്രൊപ്യോണി ബാക്ടീരിയം ഷർമാണി. ആൻഡ് അവിടുത്തെ ലാർജ് ഹോൾ ഇസ് ഡ്യൂ ടു ദ പ്രൊഡക്ഷൻ ഓഫ് എ ലാർജ് എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ആൻഡ് ദാറ്റ് ലാർജ് എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ബാക്ടീരിയം നെയിംഡ് പ്രൊപ്യോണി ബാക്ടീരിയം ഷർമാനി. Next, the Roquefort cheese are ripened by growing a specific fungi on them, which gives them a particular flavor. Roquefort cheese എങ്ങനെ ഫോം ചെയ്യുന്നത് വെച്ചാൽ ഒരു ഫഞ്ചൈ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പഠിച്ചു. ഇനി മൈക്രോബ്സ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിലെ മൈക്രോബ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സിൽ നമുക്ക് ഡോയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മൈക്രോബ്സ് ആണെന്ന് പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ മിൽക്കിനെ കേർഡാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ലാക്ടോബാസിലസ് ആണെന്ന് പഠിച്ചു. ആൻഡ് പിന്നെ നമ്മൾ ചീസ് ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ട് പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? സാക്രോമൈസിസ് സെർവേസിയാണ് ബ്രെഡിനെ ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പഠിച്ചു. ഇനി മൈക്രോബ്സ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോണേ. ഇനി ഇൻഡസ്ട്രിയിലും നമ്മൾ മൈക്രോബ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. കുറേ നമുക്ക് ഹ്യൂമൻ ബീങ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ പ്രോഡക്ട്സ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലൊന്നാണ് ബിവറേജസ് ആൻഡ് ആൻറ്റിബയോട്ടിക്സ്. ബിവറേജസും ആൻറ്റിബയോട്ടിക്സും അതിനൊരു എക്സാമ്പിളാണ്. ഇനി ഇൻഡസ്ട്രിയൽ സ്കെയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു കൾച്ചർ മീഡിയത്തിൽ
ലൈക്ക് വെറുതെ കുറച്ച് എമൗണ്ട് ഓഫ് മൈക്രോബ്സ് പോരാ, നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് മൈക്രോബ്സ് ഇസ് നീഡഡ്. ആൻഡ് അതിൽ ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ മൈക്രോബ്സിനെ കൾച്ചർ ചെയ്യുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ ഫെർമെൻറ്റേഴ്സിലാണ്. ഒരു ലാർജ് വെസൽ നെയിംഡ് ഫെർമെൻറ്റേഴ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൾച്ചർ ചെയ്യുന്നത്. ഇനി ലെറ്റ്സ് കം ഓൺ ടു ഫെർമെൻറ്റിംഗ് ബീവറേജസ്. സോ നിങ്ങൾ ഫെർമെൻറ്റേഴ്സ് കണ്ടില്ലേ, ഇതാണ് ഫെർമെൻറ്റേഴ്സ്. Microbes, especially yeast, have been used from the time immemorial for the production of beverages like wine, beer, whiskey, brandy, or rum. For this purpose, the same yeast, Saccharomyces cerevisiae, is used for bread making and commonly called brewer's yeast, is used for fermenting malted cereals and fruit juices. Okay. ബിയർ, വൈൻ, വിസ്കി, റം ഒക്കെ ബ്രാൻഡി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബേക്കേഴ്സ് ഈസ്റ്റ് അഥവാ സാക്രോമൈസിസ് സർവീസിയെ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഫ്രൂട്ട് ജ്യൂസസും പിന്നെ ഒക്കെ നമ്മൾ ഫെർമെൻറ്റ് ചെയ്ത് എഥനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മാൾട്ടഡ് സെറിയൽസും അതുപോലെ തന്നെ ഫ്രൂട്ട് ജ്യൂസസും ഒക്കെ ഇങ്ങനെ നമ്മൾ ഫെർമെൻറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് ഇത് എന്താണെന്ന് അറിയാമോ, ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഡു യു റീകളക്ട് the reaction which results in the production of ethanol by yeast. Alcoholic fermentation പറ്റിയിട്ടാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Depending on the type of raw material used for fermentation and the type of processing with or without distillation. Okay, different types of alcoholic drinks are obtained. നമ്മൾ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് വെച്ചിട്ടും ആൻഡ് ദ ടൈപ്പ് ഓഫ് പ്രോസസ്സിങ് വെച്ചിട്ടും നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൽക്കഹോളിക് ഡ്രിങ്ക്സ് ഒബ്റ്റെയിൻ ചെയ്യാം. Wine and beer are produced without distillation. Distillation ഇല്ലാണ്ട് ഉണ്ടാക്കുന്നതാണ് വൈൻ ആൻഡ് ബിയർ എന്ന് പറയുന്നത്. Whereas whiskey, brandy and rum, they are produced by distillation of fermented broth. Okay, ഇതാണ് ഫെർമെൻറ്റേഷൻ പ്ലാന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫെർമെൻറ്റേഷൻ ഇല്ലാണ്ട് ഉണ്ടാക്കുന്നത് വൈൻ ആൻഡ് ബിയർ ആണ്. നെക്സ്റ്റ് വൺ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് ആൻറ്റിബയോട്ടിക്സ് ആണ്. Now antibiotics produced by microbes. ഇനി ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു ഡെഫിനിഷനാണ്, ദേ ആർ substances which are produced by some microbes and can kill or retard the growth of other microbes. ഒന്നിനെ കൊല്ലാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഒരു മൈക്രോബ്സിനെ കൊല്ലാൻ പറ്റുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്തിനെ റിട്രാഡ് ചെയ്യാൻ പറ്റുന്നതോ ആയിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. ഈ നമ്മൾ വേറൊരു മൈക്രോബ്സ് എന്ന് പറയുമ്പം
എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി എ ഡിസീസ് കോസിങ് മൈക്രോബ്. ഓക്കെ, ഡിസീസ് കോസിങ് മൈക്രോബിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊല്ലുന്നത്. യാ. Then you are familiar with commonly used antibiotic penicillin. You know that penicillin was the first antibiotic to be discovered. ആദ്യം ഡിസ്കവർ ചെയ്ത ആൻറ്റിബയോട്ടിക് ആണ് പെൻസിലിൻ. Penicillin was the first antibiotic to be discovered, and it was a chance discovery. Alexander Fleming, while working on Staphylococci. ഓക്കെ, അത് അപ്പോൾ ഏത് ബാക്ടീരിയ ആണെന്ന് പഠിക്കണേ. സ്റ്റെഫൈലോകോക്കസ്. അത് ആ ഒരു ബാക്ടീരിയയിൽ വർക്ക് ചെയ്യുന്നുകൊണ്ടിരുന്നപ്പം he observed a mold growing in one of his unwashed culture plate around which Staphylococci could not grow. Okay. He found out that it was due to a chemical property produced by the mold, and he named it penicillin after the mold Penicillium notatum. However, its full potential as an effective antibiotic was established much later by Ernest Chain. അതിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചത് ആരാണ്? ഏർണസ്റ്റ് ചെയിൻ ആൻഡ് ഹെർബർട്ട് ഫ്ലോറിയാണ്. ആൻഡ് ഫോർ ദാറ്റ് റീസൺ, അതായത് വേൾഡ് വാർ ടൂലൊക്കെ സോൾജേഴ്സിന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തത് ഇതായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ ദേ റിസീവ് എ നൊബൽ പ്രൈസ് ഇൻ 1945 ഫോർ ദിസ് ഡിസ്കവറി. കുറച്ചല്ലേ ഉള്ളൂ പഠിക്കാൻ. സോ ഫസ്റ്റ് ആൻറ്റിബയോട്ടിക് കണ്ടുപിടിച്ചത് ഏതാണെന്ന് വെച്ചാൽ പെൻസിലിയമാണ്. ആൻഡ് അതൊരു അലക്സാണ്ടർ ഫ്ലമിങ്ങിൻ്റെ ഒരു അതായത് ആക്സിഡൻ്റൽ ഡിസ്കവറി ആയിരുന്നു. വൈൽ ഹി വാസ് വർക്കിംഗ് ഓൺ ബാക്ടീരിയ നെയിംഡ് സ്റ്റെഫൈലോകോക്കസിനെ കൾച്ചർ ചെയ്തുകൊണ്ടിരിക്കുക, അതായത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം അത് വാഷ് ചെയ്യാത്ത ഒരു കൾച്ചർ മീഡിയത്തിൽ എന്ത് ചെയ്തു, ഒരു മോൾഡ് ഗ്രോ ചെയ്തു. ആൻഡ് അറ്റ് ദാറ്റ് മോൾഡ് ആ ഒരു മോൾഡ് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അവിടെ സ്റ്റെഫൈലോകോക്കസിൻ്റെ ഗ്രോത്തിനെ എന്ത് ചെയ്തു, റിട്ടാർഡ് ചെയ്തു. അല്ലെങ്കിൽ സ്റ്റെഫൈലോകോക്കസിനോട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഗ്രോ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അങ്ങനെയാണ് ഹി നെയിംഡ് ഇറ്റ് ആസ് പെൻസിലിൻ ആഫ്റ്റർ ദ മോൾ പെൻസിലിയം നോട്ടേറ്റം. പെൻസിലിൻ എന്ന പേരും കൊടുത്തു. ഓക്കെ, പക്ഷെ അതിൻ്റെ ഒരു ഫുൾ പൊട്ടാൻഷ്യൽ കണ്ടുപിടിച്ച 2 സയൻറ്റിസ്റ്റ് ഉണ്ട്. അതാണ് ഏർണസ്റ്റ് ചെയിൻ ആൻഡ് ഹോവർഡ് ഫ്ലോറി. After penicillin, other antibiotics were also purified from other microbes. അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. Can you name some other antibiotics and find out their sources? Antibiotics have greatly improved our capacity to treat deadly diseases such as plague, whooping cough or khali khansi, and diphtheria, ghalgotu, and leprosy, kushtarog. സോ ആൻറ്റിബയോട്ടിക്സിൻ്റെ ആ ഒരു കണ്ടുപിടുത്തം കാരണം നമുക്ക് എന്തൊക്കെ കുറച്ച് മാരകമായിട്ടുള്ള അസുഖങ്ങൾ എന്ത് ചെയ്യാൻ പറ്റി, ട്രീറ്റ് ചെയ്യാൻ പറ്റി. ഈ chemicals, enzymes, and other bioactive molecules. Microbes are used for commercial as well as industrial production of certain chemicals like organic acid, alcohols, and enzymes. Examples of acid producers. Acid producers are Aspergillus niger, a fungus of citric Aspergillus niger of citric acid, Azotobacter aceti of acetic acid, Clostridium buticulum, a bacteria of butyric acid, and Lactobacillus of lactic acid. ഓക്കെ, അപ്പം ഈ നമുക്കറിയാം എന്ത് ചെയ്യുന്നു, ആസിഡ്സ് ഉണ്ടാക്കാനും അതായത് കെമിക്കൽ സബ്സ്റ്റൻസസും എൻസൈംസും ബയോ ആക്റ്റീവ് മോളിക്യൂൾസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആരും മൈക്രോബ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം അല്ലേ.
സോ ആസ്പെർഗില്ലസ് നൈഗർ എന്ന് പറയുന്നത് ഒരു ഫംഗസ് ആണ്. അത് സിട്രിക് ആസിഡ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അസറ്റോബാക്ടർ അസറ്റിക് ആസിഡ് അതൊരു ബാക്ടീരിയമാണ്. ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിക്കുലം എന്ന് പറയുന്നത് ബ്യൂട്രിക് ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ലാക്ടോബാസിലസ് എന്ന് പറയുന്നതും എന്താണ്, ബാക്ടീരിയ ആണ്, ലാക്റ്റിക് ആസിഡ് ഫോർമേഷനാണ്. ഇനി ഈസ്റ്റ് സാക്രോമൈസിസ് cerevisiae is used for commercial production of ethanol. എത്തനോളിൻ്റെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷന് നമ്മൾ യൂസ് ചെയ്യുന്ന ഈസ്റ്റാണ് സാക്രോമൈസിസ് cerevisiae അഥവാ ബ്രൂവേഴ്സ് ഈസ്റ്റ് എന്ന് പറയുന്നത്. മൈക്രോബ്സ് ആർ ഓൾസോ യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എൻസൈം. ലിപ്പേസസ് ആർ യൂസ്ഡ് ഇൻ ഡിറ്റർജൻറ്റ് ഫോർമുലേഷൻ. ഇവിടെ കുറച്ച് നമ്മൾ ഇത് ഒന്ന് പഠിക്കേണ്ടതാണ്. കാരണം ഇത് ലൈക്ക് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ, കറക്റ്റ് മാച്ചിനെ പെയർ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിൽ ഈ ചാപ്റ്ററിൽ എനിക്കൊന്ന് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് വരുന്നത്. സോ നമ്മളിത് കുറച്ച് സീരിയസ് ആയിട്ടൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നല്ലോണം പെട്ടെന്ന് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. Lipases are used in detergent formulations and are helpful in removing oily stains from the laundry. ഇതാണ് ലിപ്പേസസിൻ്റെ കാര്യം. You must have noticed that ബോട്ടിൽഡ് ജ്യൂസസിനെ ക്ലാരിഫൈ ചെയ്യുന്നതാണ് പെക്റ്റിനേസസും പ്രോട്ടിയേസസും. ഇനി സ്ട്രെപ്റ്റോകൈനീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബാക്ടീരിയം സ്ട്രെപ്റ്റോകോക്കസ് ആൻഡ് മോഡിഫൈഡ് ബൈ ജെനറ്റിക് എഞ്ചിനീയറിംഗ് ഈസ് യൂസ്ഡ് ആസ് എ ക്ലോട്ട് ബസ്റ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് സ്ട്രെപ്റ്റോകോക്കസ്. ക്ലോട്ട് ബസ്റ്റർ ആണ് കോക്കസ്. അടുത്ത് ബോട്ടിൽഡ് ജ്യൂസസിനെ ക്ലാരിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് പെക്റ്റിനേസസ് ആൻഡ് പ്രോട്ടിയേസസ്. സ്ട്രെപ്റ്റോകൈനസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയ ആണ് സ്ട്രെപ്റ്റോകോക്കസ്. ആൻഡ് ഈ കൈനേസ് അതൊക്കെ കോക്കസ് ഏത് ഇത് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ക്ലോട്ട് ബേസ്റ്ററിന് അല്ലെങ്കിൽ ക്ലോട്ടിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് ഫോർ റിമൂവിങ് ക്ലോട്ട് ഫ്രം ബ്ലഡ് വെസൽസ് ഓഫ് പേഷ്യൻസ് ഹു ഹാവ് അണ്ടർഗോൺ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ലീഡിങ് ടു ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ ക്ലോട്ടിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ. Another bioactive molecule ആണ് cyclosporin A that is used as an cyclosporin A. അതെന്ന് പറയുന്നത് ഇമ്മ്യൂണോസപ്രസീവ് ഏജൻ്റ് ആണ് ആൻഡ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫംഗസ് ട്രൈക്കോഡെർമ പോളിസ്പോർ. സ്റ്റാറ്റിൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഈസ്റ്റ്. സ്റ്റാറ്റിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൊണാസ്കസ് പെർപ്യൂരസ് ആണ്. They have been commercialized as blood cholesterol lowering agent. Statins are blood cholesterol lowering agents and that is produced by Monascus purpureus. They act by competitively inhibiting the enzyme responsible for the synthesis of cholesterol. കൊളസ്ട്രോൾ സിന്തസൈസിന് വേണ്ടിയിട്ട് ഉള്ള ഒരു എൻസൈം ഉണ്ടല്ലോ, ആ എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യും, കോമ്പറ്റീറ്റീവ്ലി ഇൻഹിബിറ്റ്. അതായത് ആ എൻസൈമിന് പകരം ഇവർ പോയിട്ട് എന്ത് ചെയ്യും, അവിടെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, കൊളസ്ട്രോൾ പ്രൊഡക്ഷൻ നടക്കത്തില്ല. മനസ്സിലായോ?
സോ സൈക്ലോസ്പോറിൻ ഒരു ഇമ്മ്യൂണോസപ്രസീവ് ഏജന്റ് ആണ്, ആൻഡ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ഫംഗസ് ആണ്, ട്രൈക്കോഡേർമ പോളിസ്പാരം. ആൻഡ് സ്റ്റാറ്റിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈസ്റ്റ് ആണ്, അതിൻ്റെ പേരാണ് മൊണാസ്കസ് പർപ്യൂറസ്. അത് തിരിഞ്ഞു പോകരുത്, ഏതാണ് ഫംഗസ്, ഏതാണ് ഈസ്റ്റ്, ഏതാണ് ബാക്ടീരിയ എന്നുള്ളത് തിരിഞ്ഞു പോകരുത്. Now coming to microbes in sewage treatment plant. We know that large quantities of waste water are generated every day in cities and towns. A major component of this waste water is human excreta. This municipal waste water is also called sewage. ഇപ്പോൾ ഇനി സീവേജിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. It contains large amount of organic matter and microbes, many of which are pathogenic. ഈ സീവേജിലുള്ള മൈക്രോബ്സ് എന്ന് പറയുന്നത് they are pathogenic, ആൻഡ് അതിനകത്ത് ലാർജ് എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റർ കാണും, ഹ്യൂമൻ എക്സ്ക്രീറ്റ ഒക്കെ കാണും ആ ഒരു വേസ്റ്റ് വാട്ടറിൽ. ഇനി ഇതിനെ എങ്ങനെ ഡിസ്പോസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് നോക്കാം. ദിസ് കനോട്ട് ബി, നമുക്കിത് അങ്ങനെ തന്നെ നാച്ചുറൽ വാട്ടർ ബോഡീസിലൊന്നും ഡിസ്പോസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതിനെ എന്ത് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം. അതിനെ ട്രീറ്റ് ചെയ്യുന്നത് എവിടെയാണ്, സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സിലാണ്. ടു മേക്ക് ഇറ്റ് ലെസ് പൊല്യൂട്ടിങ്, അതായത് അധികം ഹാംഫുൾ ആകാത്ത രീതിയിൽ നമ്മളതിനെ എന്ത് ചെയ്യാം, ഒരുപാട് അതിൻ്റെ ഹാംഫുളിനെ ഒരു അത്രയും ഹാംഫുൾ ആയിട്ടുള്ള ഒരു സാധനത്തിനെ അതിൻ്റെ ഒരു എമൗണ്ട് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ഹാംഫുൾനെസ് കുറയ്ക്കാന്ന് പറയാം. ഇപ്പോൾ ലെസ് പൊല്യൂട്ടിങ് ആയിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യും, ട്രീറ്റ് ചെയ്യും. സോ ട്രീറ്റ്മെൻറ്റ് ഓഫ് വേസ്റ്റ് വാട്ടർ ഇസ് ഡൺ by the heterotrophic microbes naturally present in the sewage. This treatment is carried out in 2 stages. രണ്ട് സ്റ്റേജസ് ആയിട്ടാണ് സീവേജ് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്. ഇറ്റ് ഹാസ് എ പ്രൈമറി സ്റ്റേജ് ആസ് വെൽ ആസ് എ സെക്കൻഡറി സ്റ്റേജ്. പ്രൈമറി സ്റ്റേജിൽ ട്രീറ്റ്മെൻറ്റിൽ എന്താ നടക്കുന്നത് നോക്കാം. These treatment steps basically involve physical removal of particles, large and small, from the sewage through filtration and sedimentation. ഫിൽട്രേഷൻ ആൻഡ് സെഡിമെൻറ്റേഷൻ എന്ന പ്രോസസ്സ് വഴിയിട്ട് അതിൽ ഫിസിക്കലി റിമൂവ് ചെയ്യാൻ പറ്റുന്ന ലാർജ് ആൻഡ് സ്മോൾ പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, അതിനെ അവരെന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. ഇനിഷ്യലി ഫ്ലോട്ടിംഗ് ഡെബ്രിസ് ഇസ് റിമൂവ്ഡ് ബൈ സീക്വൻഷ്യൽ ഫിൽട്രേഷൻ. ദെൻ ദ ഗ്രേറ്റ് സോയിൽ ആൻഡ് പെബിൾസ് ആർ റിമൂവ്ഡ് ബൈ സെഡിമെൻറ്റേഷൻ. അതായത് അതിൽ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന സാധനങ്ങളെല്ലാം എങ്ങനെ, സീക്വൻഷ്യൽ ഫിൽട്രേഷൻ വഴിയും ബാക്കി തരത്തിലുള്ള സോയിൽസ്, അങ്ങനത്തെ കുറച്ച് മണ്ണ്, സ്മോൾ പെബിൾസ് ഒക്കെ ഇല്ലേ, അതിനെയൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, സെഡിമെൻറ്റേഷൻ. All solids that settle form the primary sludge. അപ്പം നമ്മൾ അങ്ങനെ റിമൂവ് ചെയ്ത് സോളിഡ്സ് ഒക്കെയാണ് എന്തെന്ന് പറയുന്നത്, പ്രൈമറി സ്ലഡ്ജ് എന്ന് പറയുന്നത്. ആൻഡ് ദ സൂപ്പർ നീറ്റൻ ഫോംസ് എഫ്ലുവൻറ്റ്, അതായത് നമ്മളൊരു അരിപ്പ വെച്ചിട്ട് ലൈക്ക് ചായ അരിക്കൂലേ, അപ്പം അങ്ങനെ ചായ അരിക്കുമ്പം അതിനകത്തിൽ വരുന്ന ആ ഒരു ചായൻ്റെ പോർഷൻ എന്ന് പറയുന്നത്, അതായത് ലൈക്ക് ആ ലിക്വിഡ് പാർട്ടെന്ന് പറയുന്നത് നമ്മളത് ഫിൽറ്റർ ചെയ്തല്ല എടുക്കുന്നത്. ആ അടിയിൽ ആ ഒരു ഫിൽറ്റർ ചെയ്യുന്നതിൽ മുകളിൽ കിടക്കുന്ന സേവനമാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ റിമൂവ് ചെയ്തെടുത്ത സോളിഡ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അത് നമുക്ക് പ്രൈമറി സ്ലഡ്ജ് ആയിട്ട് എടുക്കാം. ആൻഡ് ദ സൂപ്പർ നീറ്റൻ ഫോംസ് എഫ്ലുവൻറ്റ്. അത് ഈ പ്രൈമറി സ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ അത് താഴെ പോയിട്ട് അടിഞ്ഞു കിടക്കും. ആൻഡ് ദ സൂപ്പർ നീറ്റൻ ഇറ്റ് ഫോംസ് എഫ്ലുവൻറ്റ്, അതായത് ലിക്വിഡ് ഫോമിലുള്ള സാധനങ്ങളാണ് ഇതിന് ഒഴുകി പോകാൻ പറ്റുന്നത്. The effluent from the primary settling tank is then taken to the secondary tank. ഇനി ഇതിനെ സെക്കൻഡറി ഒരു ടാങ്കിലേക്ക് മാറ്റും. ഓക്കെ, അത്ര വരെ ഓക്കെ അല്ലേ? Now coming to secondary treatment or biological treatment. മറ്റേതെന്ന് പറയുന്നത് ഫിസിക്കൽ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. സെഡിമെൻറ്റേഷൻ, ഫിൽട്രേഷൻ ഒക്കെ വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്യുന്ന സോയിൽസിനെയും അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് മെറ്റീരിയൽസിനെയൊക്കെ മാറ്റുന്നതായിരുന്നു നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. അതാണ് ഫിസിക്കൽ ട്രീറ്റ്മെൻറ്റിൽ വരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് ഓർ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ആ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിലേക്ക് വന്ന എഫ്ലുവൻറ്റ് ഒരു എയറേഷൻ ടാങ്കിലേക്ക് പോവും, where it is constantly agitated mechanically and air is pumped into it. ഓക്കെ, ഒരു ലാർജ് എറേഷൻ ടാങ്കിലേക്ക് പോവും. ആ എറേഷൻ ടാങ്കിൽ എന്ത് ചെയ്യും, പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് അജിറ്റേറ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മളിങ്ങനെ
കോൺസ്റ്റൻ്റ്ലി അജിറ്റേറ്റഡ് മെക്കാനിക്കലി എന്ന് വെച്ചാൽ ലൈക്ക് ഇങ്ങനെ അത് സ്റ്റിർ ചെയ്തുകൊണ്ടേ ഇങ്ങനെ ഇരിക്കും. ഓക്കെ. ആൻഡ് ഒരു ലാർജ് നമ്പർ ഓഫ് എയർ അതിനകത്തിലേക്ക് പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ദിസ് അലോസ് വിഗ്രസ് ഗ്രോത്ത് ഓഫ് യൂസ്ഫുൾ എയറോബിക് മൈക്രോബ്സ് ഇൻ ടു ഫ്ലോക്സ്. നമ്മൾ എയർ ഇതിനെ അതിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അലോ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൽ യൂസ്ഫുൾ മൈക്രോബ്സ് ഗ്രോ ചെയ്യും. അങ്ങനെ ഒരു ഫ്ലോക്സ് ആയിട്ട് യൂസ്ഫുൾ മൈക്രോബ്സ് ഗ്രോ ചെയ്യും. ഇനി ഫ്ലോക്സ് എന്താണെന്ന് വെച്ചാൽ ദേ ആർ മാസസ് ഓഫ് ബാക്ടീരിയ അസോസിയേറ്റഡ് വിത്ത് ഫംഗൽ ഫിലമെന്റ്സ് ടു ഫോം എ മെഷ് ലൈക്ക് സ്ട്രക്ചർ. അതായത് ഫംഗൽ ഫിലമെന്റ്സ് ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ അതിങ്ങനെ ഒരു മെഷ് ലൈക്ക് സ്ട്രക്ചറായിട്ട് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്ലോക്സ് എന്ന് പറയുന്നത്. നൗ ഇനി ഇവരെന്ത് ചെയ്യും, സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ ഇങ്ങനെ ആ ഒരു എറേഷൻ ടാങ്കിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുമ്പം ദീസ് മൈക്രോബ്സ് ദി കൺസ്യൂം ദ മേജർ പാർട്ട് ഓഫ് ദ ഓർഗാനിക് മാറ്റർ. അതിലുള്ള ഓർഗാനിക് മാറ്റർ, എഫ്ലുവൻറ്റിലുള്ള ഓർഗാനിക് മാറ്റേഴ്സ് എല്ലാം എന്ത് ചെയ്യും, ഇവർ കൺസ്യൂം ചെയ്യും. ദിസ് സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസസ് ദ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഓഫ് ദ എഫ്ലുവൻറ്റ്. അതായത് അങ്ങനെ ഓർഗാനിക് മാറ്റർ കൺസ്യൂം ചെയ്ത് കഴിയുമ്പോൾ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, അതായത് എഫ്ലുവൻറ്റിൻ്റെ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കുറയ്ക്കും. BOD refers എന്ന് വെച്ചാൽ BOD എന്താണെന്ന് വെച്ചാൽ ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ദാറ്റ് വുഡ് ബി കൺസ്യൂംഡ് ഇഫ് ഓൾ ദ ഓർഗാനിക് മാറ്റർ ഇൻ 1 liter ഓഫ് വാട്ടർ വെയർ ഓക്സിഡൈസ്ഡ് ബൈ ബാക്ടീരിയ. അതായത് BOD എന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് ഓക്സിജൻ ദാറ്റ് വുഡ് ബി കൺസ്യൂംഡ് ഇഫ് ഓൾ ദ ഓർഗാനിക് മാറ്റർ, 1 liter വെള്ളത്തിനകത്തിൽ എല്ലാം ഒരുപാട് ഇപ്പം 1 liter വാട്ടറിനകത്തിൽ ഉള്ള ഓർഗാനിക് മാറ്റർ അവർ കൺസ്യൂം ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഓക്സിജൻ, അതിനെയാണ് എമൗണ്ട് ഓഫ് ഓക്സിജൻ. അത് എന്ത് ചെയ്യും, നമ്മുടെ ഈ ബാക്ടീരിയ ഓക്സിഡൈസ് ചെയ്യും. The sewage water is treated till the BOD is reduced. ഓക്കെ, അതായത് ഇത് എപ്പോൾ വരെ തുടർന്നുകൊണ്ടേയിരിക്കും, ആ BOD അതായത് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കുറയുന്നിടം വരെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ദ BOD ടെസ്റ്റ് മെഷേഴ്സ് ദ റേറ്റ് ഓഫ് അപ്ടേക്ക് ഓഫ് ഓക്സിജൻ ബൈ മൈക്രോ ഓർഗാനിസം ഇൻ എ സാമ്പിൾ ഓഫ് വാട്ടർ present in a sample of water, and thus indirectly BOD is a measure of organic matter. BOD is a measure of organic matter present in the water. The greater the BOD of wastewater, greater BOD ആണെന്നുണ്ടെങ്കിലും more is its polluting potential. സോ BOD അതായത് വേസ്റ്റ് വാട്ടറിൻ്റെ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടുതലാണെങ്കിൽ അതിനകത്തിലെ
ഓർഗാനിക് മാറ്റർ കൂടുതലാണ്, അതായത് അതിൻ്റെ പൊല്യൂട്ടിംഗ് പൊട്ടൻഷ്യൽ കൂടുതലാണ് എന്നാണ് മീൻ ചെയ്യുന്നത്. സോ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു 1 ലിറ്റർ ഓഫ് നമുക്കിതിനെ റെഫർ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആ സീവേജിലുള്ള ഓർഗാനിക് മാറ്റർ അവരെന്ത് ചെയ്യും, ഓക്സിജൻ കൺസ്യൂം ചെയ്യും. ആ ഒരു എമൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ അതിനകത്തിലെ പൊല്യൂട്ടിംഗ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നത്. Once the BOD of sewage water or wastewater tank is reduced, ഓക്കെ, അപ്പം ഈ ഒരു BOD റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേസ്റ്റ് വാട്ടറിൻ്റെ അല്ലെ സീവേജിൻ്റെ BOD റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എഫ്ലുവൻറ്റിനെ നമ്മൾ പിന്നെ എങ്ങോട്ടാണ് പാസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്മൾ ഈ എഫ്ലുവൻസിനെ ഒരു സെറ്റിലിംഗ് ടാങ്കിലേക്ക് മാറ്റും. അവിടെ നമ്മുടെ ബാക്ടീരിയൽ ഫ്ലോക്സിനെ സെഡിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ആൻഡ് ദിസ് സെഡിമെൻറ്റ് ഇസ് കോൾഡ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ്. മറ്റേതെന്ന് പറയുന്നത് പ്രൈമറി സ്ലഡ്ജ് ആയിരുന്നു. ഇവിടെ നമുക്ക് ബാക്ടീരിയനെ സെഡിമെൻറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറയുന്നത്. എ സ്മോൾ പാർട്ട് ഓഫ് ദ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഇസ് പമ്പ് ബാക്ക് ടു ഇൻ ദ എറേഷൻ ടാങ്ക്. ആ ബാക്ടീരിയ സെഡിമെൻറ്റ് ചെയ്ത ബാക്ടീരിയനെ വീണ്ടും നമ്മൾ എറേഷൻ ടാങ്കിലേക്ക് എന്ത് ചെയ്യും, കൊടുക്കും. ആൻഡ് ദാറ്റ് സെർവ് ആസ് ദ ഇനോക്കുലം. ഇനോക്കുലം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനോക്കുലം ഈസ് എ സ്റ്റാർട്ടർ. ഇനോക്കുലം എന്ന് പറയുന്നത് ഒരു ഇനോക്കുലം എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടറാണ്. അപ്പോൾ ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജിലുള്ള കുറച്ച് പാർട്ട് ഓഫ് ബാക്ടീരിയൽ ഫ്ലോക്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആക്ടിവേറ്റഡ് സ്ലഡ്ജിലുള്ള കുറച്ച് പാർട്ട് ഓഫ് ബാക്ടീരിയൽ ഫ്ലോക്സിനെ നമ്മൾ വീണ്ടും എറേഷൻ ടാങ്കിലേക്ക് കൊടുക്കുന്നുണ്ട്. ആൻഡ് they serve as the inoculum. The remaining major part of the sludge is pumped into large tanks called anaerobic sludge digester. ബാക്കി പാർട്ട് ഓഫ് നമ്മുടെ ആക്ടിവേറ്റഡ് സ്ലഡ്ജിനെ ഒരു എനറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റേഴ്സിലേക്കായിരിക്കും കൊടുക്കുന്നത്. ഹിയർ അതർ കൈൻഡ് ഓഫ് ബാക്ടീരിയ വിച്ച് ഗ്രോ അനേറോബിക്ലി ഗ്രോ ചെയ്യുന്ന ബാക്ടീരിയ ദി ഡൈജസ്റ്റ് ദ ബാക്ടീരിയ ആൻഡ് ഫഞ്ചൈ ഇൻ ദ സ്ലഡ്ജ്. അനേറോബിക്ലി ഗ്രോ ചെയ്യുന്ന ബാക്ടീരിയ എന്ത് ചെയ്യും, അവിടെയുള്ള ബാക്ടീരിയനെ ഫഞ്ചൈനെയൊക്കെ സ്ലഡ്ജിലുള്ള ബാക്ടീരിയനെ ഫഞ്ചൈനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, they digest ചെയ്യും. Okay. During this digestion, bacteria produce a mixture of gases such as methane, hydrogen sulfide and carbon dioxide. So ഈ ഡൈജഷനിൽ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന മിക്സ്ചർ ഓഫ് ഗ്യാസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മീഥെയിൻ, ഹൈഡ്രോജൻ സൾഫൈഡ് ആൻഡ് കാർബൺ ഡയോക്സൈഡ്. These gases form biogas and can be used as a source of energy as it is inflammable. ദെൻ ഈ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നിന്നുള്ള എഫ്ലുവൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, നാച്ചുറൽ വാട്ടർ ബോഡീസിലേക്കൊക്കെ കൊടുക്കാൻ പറ്റും. The Ministry of Environment and Forest has initiated the Ganga Action Plan and Yamuna Action Plan to save these major rivers of our country from pollution. Okay, under these plans, it is proposed to build a large number of sewage treatment plants so that only treated sewage may be discharged into the rivers. A microbes in production of biogas.
Biogas എന്ന് പറയുന്നത് it is a mixture of gases containing methane, hydrogen sulfide and അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ്. പ്രിഡോമിനൻ്റ്ലി അതിൽ കാണുന്നത് ഗ്യാസാണ് മീഥെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, you have learned that microbes produce different types of gaseous end products during growth and metabolism. The type of gas പ്രൊഡ്യൂസ് ഡിപ്പെൻഡ്സ് അപ്പോൺ, അതായത് മൈക്രോബ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചാൽ ഡിപ്പെൻഡ് അപ്പോൺ ദ മൈക്രോബ്സ് ആൻഡ് ദ ഓർഗാനിക് സബ്സ്റ്റൻസ് ദേ യൂട്ടിലൈസ്. ഇൻ ദ എക്സാമ്പിൾസ്, ഇൻ റിലേഷൻ ടു ഫെർമെൻറ്റേഷൻ ഓഫ് ഡോ, cheese making and production of beverages, the main gas production produced was carbon dioxide. അവിടെയൊക്കെ ചീസിൻ്റെ അവിടെയാണെങ്കിലും ഫെർമെൻറ്റേഷനിലും ഒക്കെ, ചീസ് ഫെർമെൻറ്റേഷനിലും ഡോ ഫെർമെൻറ്റേഷനിലും ഒക്കെ മെയിൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തത് എന്തായിരുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ആയിരുന്നു. ഹൗവെവർ, certain bacteria which grow anaerobically on cellulosic material produce large amount of methane along with carbon dioxide and hydrogen. Anaerobically grow ചെയ്യുന്ന ബാക്ടീരിയ ഓൺ സെല്ലുലോസിക് മെറ്റീരിയൽ ക്യാൻ കോസ് a large amount of methane along with carbon dioxide and hydrogen. These bacteria are collectively called methanogens. One such common bacterium is methanobacterium. These bacteria are commonly found in an anaerobic sludge during sewage treatment. These bacteria are also present in the rumen of cattle. A lot of cellulosic material present in the food of cattle is also present in the rumen. ഇനി കാറ്റലിൻ്റെ റൂമനിൽ ദീസ് ബാക്ടീരിയ എന്ത് ചെയ്യും? സെല്ലുലോസിനെ ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് അവർക്ക് അവരുടെ ന്യൂട്രീഷനിൽ ദേ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. ഇനി ബയോഗ്യാസ് പ്ലാന്റ് കൺസിസ്റ്റ് ഓഫ് ഇതിനകത്തിൽ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ദ എക്സ്ക്രീറ്റർ ഓഫ് കാറ്റിൽ കോമൺലി കോൾഡ് ഗോബർ. ഇറ്റ് ഇസ് റിച്ച് ഇൻ ദിസ് ബാക്ടീരിയ മെത്തനോബാക്ടീരിയം. സോ ദെയർഫോർ dung can be used for the generation of biogas, commonly called gobar gas. The biogas plant consists of a concentrate tank of 10 to 15 feet deep in which the bio wastes are collected and a slurry of dung is fed.
ബയോഗ്യാസ് പ്ലാന്റിൽ ഒരു കോൺസെൻട്രേഷൻ ടാങ്ക് ഉണ്ടായിരിക്കും. അതൊരു 10 to 15 meters ഡീപ്പ് ആയിരിക്കും. ആൻഡ് ദ bio-wastes are collected and a slurry of dung is fed. A floating cover is placed over the slurry, which keeps on rising as the gas is produced in the tank due to the microbacterial activity. The biogas plant has an outlet which is connected to a pipe to supply biogas to nearby houses. The spent slurry is removed through another outlet and may be used as fertilizers. Cattle dung is available in large quantities in rural areas where cattle dung are used for a variety of purposes. So, biogas plants are more often built in rural areas. The biogas thus produced is used for cooking and lighting. The picture of a biogas plant is shown. The technology of biogas production was developed in India mainly due to the efforts of Indian Agricultural Research Institute and Khadi and Village Industries Commission. ഓക്കെ, അപ്പോൾ ബയോഗ്യാസ് പ്ലാന്റിൽ ആ ഒരു കോൺസെൻട്രേഷൻ ടാങ്ക് ഉണ്ടായിരിക്കും. അതൊരു 10 to 15 ഇതായിരിക്കും. അത് കഴിഞ്ഞ് ഇതിനകത്തുള്ള സ്ലറി കാണും. പിന്നെ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒരു ദെൻ വി ഹാവ് എ ഫ്ലോട്ടിംഗ് കവർ ഉണ്ടായിരിക്കും. ഒരു ഫ്ലോട്ടിംഗ് കവർ കാണും. ഒരു ഇതാണ് ഇത് ഗ്യാസ് ഫോം ചെയ്യുന്നത്. പിന്നെ ഡങ് വാട്ടർ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ്. ഇതിനകത്തൊരു ഫ്ലോട്ടിംഗ് കവർ കാണും. ഇവിടെ നമ്മുടെ ഡങ് വാട്ടർ കണ്ടോ, ആ ഡങ് വാട്ടർ അതൊരു പൈപ്പായിട്ട് കണക്ട് ചെയ്ത് ഡൈജസ്റ്ററിലേക്ക് വരും. എന്നിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു ഇതാണ് നമ്മുടെ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള സംഭവം. അതിങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നോളം അതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരും. ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരും ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച്. എന്നിട്ട് അത് ഗ്യാസ് ഒരു പൈപ്പ് വെച്ച് കണക്ട് ചെയ്തിട്ട് എങ്ങോട്ടേക്ക് നമുക്ക് ഗ്യാസായിട്ട് യൂസ് ചെയ്യുന്നുള്ള രീതിയിലേക്ക് പോകും. പിന്നെ ഈ ഡങ് വാട്ടറിനകത്തിലെ സ്ലഡ്ജൊക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അത് വീണ്ടും ഒരു പൈപ്പ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് ഡൈജസ്റ്ററിന്. മനസ്സിലായോ? അത്രേ ഉള്ളൂ. Microbes as biocontrol agents. Biocontrol refers to the use of biological methods for controlling plant diseases and pests. In modern society, these problems have been tackled increasingly by the use of insecticides and pesticides. These chemicals are toxic and are extremely harmful to human beings and animals alike and have been polluting our environment, fruits, vegetables, and crop plants. Our soil is also polluted through our use of weedicides to remove weeds. Now, biological control of pests and diseases. In agriculture, there is a method of controlling pests that relies on natural predation rather than introduced chemical. A key belief of the organic farmer is that biodiversity furthers health. The more variety a landscape has, the more sustainable it is. The organic farmer therefore works to create a system where the insects that are sometimes called pests are not eradicated. അതായത് അവിടെ ഒരു പെസ്റ്റ് ഉണ്ടെങ്കിൽ ആ പെസ്റ്റിനെ കഴിക്കാൻ പറ്റുന്ന ഒരു പ്രെഡേറ്ററിനെ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണ് ഓർഗാനിക് ഫാമിങ്ങിൽ പെസ്റ്റിസൈഡ്സും ഒക്കെ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. The very familiar beetle with red and black markings called the ladybird and dragonflies are useful to get rid of aphids and mosquitoes. ലേഡിബേർഡും ഡ്രാഗൺ ഫ്ലൈസും ആണ് മോസ്കിറ്റോസിനെയും അതുപോലെ തന്നെ അഫിഡ്സിനെയും കളയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രിഡേറ്റർ എന്ന് പറയുന്നത്. ആൻ എക്സാമ്പിൾ ഓഫ് മൈക്രോബിയൽ
biocontrol agents that can be introduced in order to control butterfly caterpillars is the bacteria Bacillus thuringiensis. ഓക്കെ, ഇപ്പം ഈ ബട്ടർഫ്ലൈ കാറ്റർപില്ലേഴ്സിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ബാക്ടീരിയ ആണ് ബാസിലസ് thuringiensis. These are available in sachet as dried spores, which are mixed with water and sprayed onto vulnerable plants such as brassicas and fruit trees, where these are eaten by the insect larvae. In the gut of the larvae, the toxin is released. അതായത് ആ പ്ലാന്റിൽ അപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. ആ പിന്നെ ഒരെണ്ണമാണ് ട്രൈക്കോഡേമ ഫ്രീ ലിവിങ് ആണ് ആൻഡ് റൂട്ട് എക്കോസിസ്റ്റത്തിൽ വെരി കോമൺ ആണ്. പിന്നെ ബാക്ലോ വൈറസസ് ഉണ്ട്. ദേ ആർ പാത്തോറോൾ ഏജൻറ്റ്സ് ആർ ഇൻ ദ ജീനസ് ന്യൂക്ലിയോപോളിഹൈഡ്രോവൈറസ്. ആ ഗ്രൂപ്പിലാണ് അവർ വരുന്നത്, ആ ഒരു ജീനസിലാണ് വരുന്നത്. ദീസ് വൈറസസ് ആർ എക്സലൻറ്റ് കാൻഡിഡേറ്റ്സ് ഓർ സ്പീഷീസ് സ്പെസിഫിക് ആണ്, നാരോ സ്പെക്ട്രം ആണ് ആൻഡ് നാരോ സ്പെക്ട്രം ഇൻസെക്ടിസൈഡൽ ആപ്ലിക്കേഷൻ ആണ്. സോ ബാക്ലോ വൈറസസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ അറ്റാക്ക് ഇൻസെക്ട് ആൻഡ് ആർത്രോപോഡ്സ്. they come under the genus Nucleopolyhedrovirus. Then these viruses, they are species specific, narrow spectrum insecticidal application ആണ്. Now coming to microbes as biofertilizers. അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ കഴിയാണ്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മൈക്രോബ്സ് as biofertilizers. With our present day lifestyles, environmental pollution is a major cause of concern. The use of chemical fertilizers to meet the ever increasing demand of agriculture produce has contributed significantly to this pollution. Of course, we have now realized that there are problems associated with overuse of chemical fertilizers, and there is a large pressure to switch to organic farming, the use of biofertilizers. Biofertilizers are organisms that enrich the nutritive quality of the soil. The main source of biofertilizers are bacteria, fungi, and cyanobacteria. So, main source of ബയോഫെർട്ടിലൈസേഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ നോക്കിനെ പഠിച്ചിരിക്കണം. ബാക്ടീരിയ, ഫഞ്ചൈ ആൻഡ് സയനോബാക്ടീരിയ ആണ്. ഇനി ഒരു എക്സാമ്പിൾ നമുക്ക് പഠിക്കാം. അതായത് റൂട്ട്സ് ഓഫ് ലെഗ്യുമിനസ് പ്ലാന്റ്സിൽ വി ഹാവ് ദ സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് റൈസോബിയം. These bacteria fix atmospheric nitrogen into organic forms. അതായത് അറ്റ്മോസ്ഫറിക് നൈട്രജനെ ഓർഗാനിക് ഫോംസിലേക്ക് മാറ്റും, വിച്ച് is used by the plant as a nutrient. Other bacteria can fix atmospheric nitrogen while free living in the soil. അതെന്ന് പറയുന്നത് അതർ എക്സാമ്പിൾസ് ആസോസ്പൈറിലും അസറ്റോബാക്ടർ, thus enriching the nitrogen content of the soil. സോ ഇതിനകത്തിൽ these bacteria, the rhizobium enzyme, they fix the atmospheric nitrogen into organic forms, which is used by the plant as a nutrient. Other bacteria can fix atmospheric nitrogen while free living in the soil. ഇവർക്കൊരു സിംബയോട്ടിക് അസോസിയേഷൻ ഇല്ല, പക്ഷെ അല്ലാണ്ട് തന്നെ സോയിലിൽ ഇരുന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റ്മോസ്ഫറിക് നൈട്രജനെ ഓർഗാനിക് ഫോമിലേക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ പറ്റുന്ന ബാക്ടീരിയ ആണ് അസറ്റോബാക്ടർ ആൻഡ് അസോസ്പൈറിലം. ഇനി ഫംഗി ആർ ഓൾസോ നോൺ ടു ഫോം സിംബയോട്ടിക് അസോസിയേഷൻ വിത്ത് plants. They are called mycorrhiza. Many members of the genus Glomus form mycorrhiza. And
ഗ്ലോമസ് ജീനസിലുള്ളവരാണ് മൈക്കോറൈസ ഫോം ചെയ്യുന്നത്. ദ ഫംഗൽ സിംബയോണ്ട് ഇൻ ദീസ് അസോസിയേഷൻ അബ്സോർബ് ഫോസ്ഫറസ് ഫ്രം സോയിൽ ആൻഡ് പാസസ് ഇറ്റ് ടു ദ പ്ലാന്റ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സോയിലിൽ നിന്ന് ഫോസ്ഫറസിനെ അബ്സോർബ് ചെയ്ത് അത് പ്ലാന്റിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്ലാന്റ്സ് ഹാവ് സച്ച് അസോസിയേഷൻ ഷോ അതർ ബെനിഫിറ്റ്സ് ഓൾസോ, സച്ച് ആസ് റെസിസ്റ്റൻസ് ടു റൂട്ട് ബോൺ പാത്തജൻസ്, ടോളറൻസ് ടു salinity, root-borne pathogens, and an overall increase in plant growth and development. Cyanobacterium are the autotrophic microbes widely distributed in aquatic and terrestrial environments. Aquatic and terrestrial environmentsൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഓട്ടോട്രോഫിക് മൈക്രോബാണ് എന്തെന്ന് പറയുന്നത് സൈനോബാക്ടീരിയം. അനാബീന, നോസ്ട്രോക്ക് ആൻഡ് ഓസ്ലിറ്റോറി ആണ് എക്സാം. സോ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചാപ്റ്റർ തീർന്നു. പിന്നെ ഈ സമ്മറി നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അത്രയേ ഉള്ളൂ.